2025 മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ എക്സ് ബൈ എക്സ് സ്ക്വയർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 0 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ദെൻ ദ വാല്യൂ ഓഫ് എ ഈസ്. അതായത് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ എയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന 1 ആണെന്നറിയാം. അതായത് ഈ സൈൻ ഇവിടെ എക്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എക്സ് വേണം, ഇവിടെ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ വരണം. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എ എക്സ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഡിവിഷനിൽ എന്ത് തന്നെ വേണം, എ എക്സ് എന്ന് വന്നാൽ നമുക്ക് 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ എക്സ് ക്വസ്റ്റിനകത്ത് എ സ്ക്വയർ എക്സ് എന്നാണ്. അപ്പം ഡിനോമിനേറ്ററിൽ എന്ത് വേണം, എ സ്ക്വയർ എക്സ് വേണം. അപ്പം ഞാൻ ഒരു എ സ്ക്വയർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ എങ്ങനെ ആക്കിയിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ സ്ക്വയർ വരും. എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണെന്ന്. അങ്ങനെ ആണെങ്കിൽ എഫ് ഓഫ് 0 എന്താണ്, 1 ആണ്. അപ്പം എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. അപ്പോൾ നമുക്ക് ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ എല്ലാം പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചും അതെല്ലാം പഠിച്ചു വെക്കണം, എന്നാലേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം നമുക്കറിയാം കോട്ട് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x ആണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് -1/√3 എന്ന് പറയുമ്പോൾ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3 എന്നാണ്. അപ്പോൾ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറയുന്നത് π/3 ആണ്. അപ്പോൾ ആൻസർ 2π/3. എന്നിട്ട് കോട്ട് ഇൻവേഴ്സിൻ്റെ റേഞ്ച് 0 to π ആണ്, അതുകൊണ്ടാണ് നമ്മൾ 2π/3 ആൻസർ. Question number 3, if A and B are two square matrices of same order, then A plus B into A minus B is equal to. ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി വെച്ചേക്കണേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ എന്നാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് ജനറലി കമ്മ്യൂട്ടേറ്റീവ്, അതുകൊണ്ട് എ ബി നോട്ട് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആവില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ. Question number 4, if A equal to matrix Aij is a 3/3 diagonal matrix such that A11 equal to 1, A22 equal to 5 and A33 equal to -2, then determine A is. അപ്പം നമുക്കറിയാം ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് A11 ഇൻറ്റു A22 ഇൻറ്റു A33 എന്നാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. Question number 5, if A is equal to 5 0 matrix A is 5 0 0 0 5 0 is then A cube is. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി അറിയാമല്ലോ. അതായത് എ എന്ന് പറയുന്നത് കെ ഇൻറ്റു ഐ എന്ന് എടുക്കാം. കെ എന്ന് പറയുന്ന ഒരു സ്കെയിലറാണ്. ഇവിടുത്തെ സ്കെയിലർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ കെ ഐ റേസ് ടു എൻ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു 3 എങ്ങനെ എഴുതാം, 5 ഐ റേസ് ടു 3 എന്ന് എഴുതാം. 5 ക്യൂബ് ഐ റേസ് ടു 3. ഐ റേസ് ടു 3 എന്ന് പറയുന്നത് ഐ എൻ ആണ്. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 125. അപ്പോൾ 125 ഇൻറ്റു ഐ. അപ്പോൾ ആൻസർ 125 0 0 0 125 0 0 0 125. Question number 6, if determinant 2x 5 12x equal to determinant 6 minus 5 4 3, then the value of x. Xൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നു. ഈ ക്വസ്റ്റ്യനിൽ 2/2 മെട്രിക്സ് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, 2x² മൈനസ് 60 ഈക്വൽ ടു 80 പ്ലസ് 20 എന്ന് എഴുതാം. അതായത് ഡയഗണൽസ് മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 2x² മൈനസ് 60 ഈക്വൽ ടു 80 പ്ലസ് 20 എന്ന് വരും. 2x² ഈക്വൽ ടു 98 എന്ന് വരും. x² എന്ന് പറയുന്നത് 49. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 7. ക്വസ്റ്റ്യൻ നമ്പർ 7, if P of A union B equal to 0.9 and P of A intersection B equal to 0.4, then
പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈസ്. ഇപ്പോൾ നമുക്ക് എ യൂണിയൻ ബി, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതിൽ നിന്ന് നമ്മൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി കണ്ടുപിടിക്കുക. അത് പി ഓഫ് എ യൂണിയൻ ബി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വരും. അത് സോൾവ് ചെയ്യുക. പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ പ്ലസ് 1 മൈനസ് പി ഓഫ് ബി. അപ്പോൾ 2 മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് വരും. അപ്പോൾ 2 മൈനസ് 1.3, ആൻസർ 0.7. Question number 8. If a matrix A is both symmetric and skew symmetric, then A is. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക്കുമാണ് സ്ക്യൂ സിമെട്രിക്കുമാണ്. അങ്ങനെ ആണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഏത് ഫോമിലായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിമെട്രിക് മെട്രിക്സിൻ്റെ കണ്ടീഷൻ അറിയാം. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസും ഈക്വൽ ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? മൈനസ് എ ആയിട്ട് വരും. ഇവിടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും സിമെട്രിക് മെട്രിക്സിൽ. അങ്ങനെ ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ രണ്ട് അപ്പോൾ എ എന്ന് പറയുന്നത് മൈനസ് എ ആയിട്ട് വരും. അപ്പോൾ 2a = 0, a = 0, ആൻസർ 0 മെട്രിക്സ്. Question number 9. The slope of a curve y = -x³ + 3x² + 8x - 20 is maximum at. നമുക്കറിയാം ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? dy/dx ആണ്. അപ്പോൾ ആ സ്ലോപ്പ് മാക്സിമം ആകുന്നത് ഏത് പോയിന്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പിനെ ഞാൻ z = dy/dx എന്ന് എഴുതി സ്ലോപ്പ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ആ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ -6x + 6 എന്ന് വരും. അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക, അതായത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നു. പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ d² z/dx² എന്ന് പറയുമ്പോൾ -6 ആണ്, അത് <0. അതുകൊണ്ട് x = 1 എന്ന് പറയും, അല്ല <0 ആയതുകൊണ്ട് ഇത് മാക്സിമം ആയിരിക്കും. അപ്പോൾ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? -10. അപ്പോൾ ഏത് പോയിന്റിലാണ്? 1 - 10. Question number 10. The area of the region enclosed between the curve y = x mod x, x-axis x = -2 and x = 1. അപ്പോൾ നമ്മൾ ആ റീജിയൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. y = x മോഡുലസ് x എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത്? x <0 ആകുമ്പോൾ -x², x > or = 0 ആകുമ്പോൾ x² വരും. അപ്പോൾ ഗ്രാഫ് ദാണ്ട് ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും. ഇതിൽ y = x² എന്നും ഇത് y = -x² എന്നും വരും. അപ്പോൾ നമുക്ക് ലിമിറ്റ് -2 to 2, പിന്നെ എക്സ് ആക്സിസ്. അപ്പോൾ അതുകൊണ്ട് ഈ പോർഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ അതിന് ഏരിയ എന്ന് പറയുമ്പോൾ -2 to 0 -x² dx, 0 to 2 x² dx ആയിരിക്കും. പിന്നെ നമുക്കറിയാമല്ലോ ഏരിയ എന്ന് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ട് വരില്ല. അപ്പം നമ്മളതിനെ മോഡുലസ് ഇട്ട് വേണം എടുക്കാൻ. -x³ 3 എന്ന് വരും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ x³ എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ 8/3 + 8/3 16/3. ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ രീതിയിലും ചെയ്യാം. അതായത് നമ്മൾ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എടുത്തിട്ട്, അതായത് ഇതേ പോർഷൻ തന്നെയാണ് ഈ സൈഡിലും വരുന്നത്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് 2 × 0 to 2 x² dx എന്നെടുത്ത് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻ്റഗ്രൽ cos 2x/sin² x cos² x dx. അപ്പോൾ cos 2x എന്ന് പറയുന്നത് എന്താ? cos² x - sin² x ആണ്. അപ്പോൾ cos 2x പകരം cos² x - sin² x എന്ന് എഴുതുന്നു. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ cos² x ഉം cos² x ഉം ക്യാൻസൽ ആയിട്ട് ഫസ്റ്റ് ടേം 1/sin² x എന്ന് വരും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് sin² x ഉം sin² x ഉം ക്യാൻസലായ ഇൻ്റഗ്രൽ 1/cos² x dx എന്ന് വരും. ഇത് cosec² x dx ഉം -sec² x dx ഉം. cosec² x-ൻ്റെത് -cot x ആണ്, sec² x-ൻ്റെത് tan x ആണ്. അപ്പോൾ ആൻസർ -cot x + tan x + c.